എ പ്ലസ് ട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് നാഷണൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ശ്രീ ഗിരിധര ഘോഷിൻ്റെ ഒരു ആരോഗ്യ ഭക്ഷണത്തെക്കുറിച്ചിട്ടുള്ള വിവരമാണ് പങ്കുവെക്കുന്നത്. ഇന്ന് പഴങ്കഞ്ഞിയാണ് അദ്ദേഹത്തിൻ്റെ വിഭവം. സ്വന്തം ആരോഗ്യം നിലനിർത്തുന്നതിന് അദ്ദേഹം തനിയെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് ഇതെല്ലാം. ഇതിൽ വേണ്ടത് ഈ കപ്പിലുള്ള എടുത്തിരിക്കുന്ന അത്രയും അരി മതിയാകും ഒരാളിന് വേണ്ടിയുള്ള പഴങ്കഞ്ഞിക്ക്. ഈ പഴങ്കഞ്ഞിക്ക് വേണ്ടിയുള്ള അരി ഏതും ഉപയോഗിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിലും വെള്ള അരിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, പൊന്നി അരി. അത് നന്നായിട്ട് കഴുകുകയാണ് ആദ്യം അദ്ദേഹം ചെയ്തത്. 1-2 പ്രാവശ്യം നമുക്ക് തൃപ്തി വരുന്നതുവരെ ഇത് കഴുകാം. കഴുകിയതിന് ശേഷം അത് നിറയെ വെള്ളം ഒഴിക്കുകയും പിന്നീട് മൈക്രോ ഓവനിലേക്ക് നമ്മൾ അത് വെക്കുകയും ചെയ്യുക. കാരണം അരി വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഉള്ളതാണ് ആ പ്രോസസ്സ്. ഗിരിധര ഘോഷ് ഇത്തരത്തിലുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ സ്വന്തം നിലയിൽ കണ്ടെത്തി പാചകം ചെയ്ത് കഴിച്ച് അദ്ദേഹം ആരോഗ്യം നിലനിർത്തി നേടിയ ഈ ട്രോഫികളും മെഡലുകളുമൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത്. എറണാകുളം സ്വദേശിയാണ് ശ്രീ ഗിരിധര ഘോഷ്. അദ്ദേഹം നേരത്തെ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഭക്ഷണമുണ്ട്. ഈ ചങ്ങലപ്പെരണ്ട എന്ന് പറയുന്ന സാധനം കൊണ്ടുണ്ടാക്കിയ ഒരു ഓംലെറ്റ്. അത് നേരത്തെ ഈ ചാനലിൽ ചെയ്തിരുന്നു. ഇതാ ഇപ്പോൾ ഓവനിൽ ഏകദേശം ഈ വെച്ച അരി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം വേണമോ അത്രത്തോളം നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും ആവി പറക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്പൂൺ ഉപയോഗിച്ച് അദ്ദേഹം അതിൻ്റെ വേവ് നോക്കി ഒരിക്കൽ കൂടി ചെറിയ വേവ് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് തിരിച്ചു വച്ചു. ഇപ്പോൾ ഏകദേശം പാകപ്പെട്ടു. അത് ആ പാത്രത്തിൽ എടുക്കുകയും അതിൻ്റെ വേവ് തൃപ്തികരമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു. ഇത് പഴങ്കഞ്ഞിയല്ല, ഇത് കഞ്ഞിയാണ്. ഇത് പഴങ്കഞ്ഞിയാക്കുന്നതാണ് നമുക്കിനി കാണേണ്ടത്. അദ്ദേഹം ഇത് പഴങ്കഞ്ഞിയാക്കുന്നത് വെറുതെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടല്ല. ഇതിനോട് ചില ചേരുവകകൾ അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ ചേർക്കും. ചെറിയ ഉള്ളി, പച്ചമുളക്, തൈര് എന്നിവയാണ് അദ്ദേഹം ഇതിൽ ചേർക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് അദ്ദേഹം ശരിയായ രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് രാത്രി അടച്ചു വെക്കും. ആദ്യം ഇതിനകത്തുള്ള വെള്ളം, അതായത് കഞ്ഞിവെള്ളം ഒഴിച്ചു പുറത്തേക്ക് കളയും. അതിനുശേഷമാണ് വേറെ വെള്ളമാണ് ഒഴിച്ചു വെക്കാനുള്ളതെന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നു. ഈ തരത്തിലാണ് അദ്ദേഹം ഇതിനെ ചെറുതായിട്ട് ഞുറുക്കുന്നത്, പച്ചമുളകിനെയും അതേപോലെ ചെറിയ ഉള്ളിയെയും. അതിനുവേണ്ടി അദ്ദേഹം സ്പൂൺ തന്നെ ഉപയോഗിക്കുന്നു. വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ എടുത്ത ചെറിയ ഉള്ളിയെയും പച്ചമുളകും അരിഞ്ഞു ചേർത്തത് ഈ കഞ്ഞിയിലേക്ക് ചേർക്കുകയാണ്. അതിനുശേഷം കുറച്ച് വെള്ളം അദ്ദേഹം ഈ കഞ്ഞിവെള്ളം കളഞ്ഞതിന് ശേഷം വേറെ ചില വെള്ളം ഒഴിക്കുന്നു. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു. നമുക്ക് ആവശ്യമായ രുചികരമായ രീതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള ഉപ്പ് നമുക്കിതിനകത്ത് ചേർക്കാം. പക്ഷേ ഇതിൻ്റെ പ്രധാന ചേരുവക ഇനിയാണ് വരുന്നത്. അത് ഇതാണ് തൈര്. ശുദ്ധമായ തൈര് തന്നെ എടുത്താൽ നന്നായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അത് ഒരു വലിയ സ്പൂൺ നിറയെ തൈരെടുക്കുന്നു. അത് കൂടിപ്പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ കുറയാതിരിക്കണം. അതിൻ്റെ പുളിപ്പ് കൂടി ഇതിനകത്ത് ചേർന്ന് ഒരു മിശ്രിതമാകും. ചെറിയ ഉള്ളിയും പച്ചമുളകും തൈരും, ഇത് ഇത്രയുമാണ് അദ്ദേഹം ഈ കഞ്ഞിയോടൊപ്പം ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി ശരിയായ രീതിയിൽ അതിൻ്റെ ഒരു മിക്സിങ് നടത്തി വെക്കും. ഈ മിക്സിങ് നടത്തിയ സാധനത്തിന് അദ്ദേഹം ആദ്യം വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. മിക്സ് എല്ലാം ഓക്കെ ആണോ എന്നാണ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതിനുശേഷം ഇത് അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിറ്റേന്ന് രാവിലെ നമുക്കിതെടുത്ത് ഇതുപോലെ ഉപയോഗിക്കാം.